ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അധിക ചിലവൊന്നുമില്ല, ജസ്റ്റ് 40 രൂപ 50 രൂപ ചിലവേ നമുക്കിന്ന് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായിട്ട് നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ലാമ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലൊരു ഡിസ്ക്കാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു ഗിഫ്റ്റ് പേപ്പറിൻ്റെ പീസാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. നമ്മൾ ഹോട്ട് ഗ്ലൂയിലേക്ക് ഇടാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്കാണ്. ഹോട്ട് ഗ്ലൂ ഗണ്ണിലിടുന്ന ഗ്ലൂ സ്റ്റിക്സ് ആണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല, നമുക്കൊരു 10-12 രൂപയ്ക്ക് മാർക്കറ്റിൽ ഓരോന്ന് മേടിക്കാൻ കിട്ടും. നമ്മളിവിടെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 5 എണ്ണമാണ് ഇത് ഈ ഗ്ലൂ സ്റ്റിക്സ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസ്കിലേക്ക് ആ ഒരു ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്ലൂ വേണം. അത് നിങ്ങൾക്ക് ഫെവിക്കോൾ ഏത് വശങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ 5 LED ആണ്. ഇത് മൾട്ടി കളർ LED ആണ്. ഒരു LED 2 കളർ വരുന്നത്, അതായത് റെഡ് ആൻഡ് ബ്ലൂ കത്തുന്ന രീതിയിലുള്ള LED-കളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വയറൊക്കെ കാണാൻ, ഇത് നമ്മൾ പഴയ സീരിയൽ സെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത LED-കളാണ്. നിങ്ങൾക്ക് സാധാരണ LED നമുക്ക് 2 രൂപ 1.5 രൂപ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന മൾട്ടി കളർ LED അത് മേടിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനിങ്ങനെ വയറൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് പോസിറ്റീവ് മൈനസ് നോക്കി നിങ്ങൾ വയർ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഡിസ്കിലേക്ക് നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു ഗിഫ്റ്റ് പേപ്പറിന് 2 വശം നമുക്ക് കാണാം. സിൽവറും ഉണ്ട്, ഗോൾഡും ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു സിൽവർ ഷെയ്ഡാണ് ഇതിൻ്റെ പുറം ഭാഗത്ത് കാണാൻ അതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഫെവിക്കോള് ഈ ഡിസ്കിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ശേഷം ഒന്ന് നമ്മുടെ കൈ വെച്ച് ഒന്ന് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു ഡിസ്കിനനുസരിച്ച് ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്ത് നടുക്ക് സോൾഡറിങ് ചെയ്യാൻ വെച്ചൊന്ന് ഉരുക്കി നമ്മുടെ CD-യുടെ നടുക്കുള്ള ഹോളിനനുസരിച്ച് തന്നെ ഗിഫ്റ്റ് പേപ്പർ ഇപ്പോൾ ഹോളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ LED കൊടുക്കാനായിട്ട് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡിസ്കിൻ്റെ പ്ലേറ്റിൽ 5 ഹോൾ ഉണ്ടാക്കിയെടുക്കണം. ഈ 5 ഹോൾ ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മൾ ആ ഒരു ഹോളിലേക്കാണ് നമ്മുടെ ആ ഒരു LED-യുടെ വയർ ഇങ്ങനെ കെട്ടിത്തൂക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കിൽ ഓരോ അളവിൽ ഇങ്ങനെ കറക്റ്റായിട്ട് നിശ്ചിത സ്പേസ് വിട്ട് നമുക്ക് ഓരോ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 5 ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു 5 ഹോളും നമ്മുടെ LED ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ഹോളും കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് സോൾഡറിങ് ആൻ യൂസ് ചെയ്യാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇനി സോൾഡറിങ് ആൻ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ പഴുപ്പിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോള് റെഡിയാക്കി കിട്ടുന്നതായിരിക്കും. ദയവേത് കുട്ടികളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഇത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതിർന്നവരുടെ സഹായത്തോട് മാത്രം ഈ പറഞ്ഞ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ഗൈസ്, നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മുടെ ഈ LED ഓരോന്നാ ഇതേപോലെ നമ്മുടെ ഈ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് ശേഷം നമ്മുടെ ഡിസ്കിൻ്റെ ബാക്ക് വശത്ത് കറക്റ്റ് അളവിൽ ഓരോ LED നമ്മളിങ്ങനെ കെട്ടിയിടുകയാണ്. അതായത് നമ്മുടെ ഈ വയർ ഇവിടെ ഇങ്ങനെ കെട്ടി നമ്മളിവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ LED ഇങ്ങനെ ലോക്കായി കിടക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ LED-യും കെട്ടുന്നത് ഒരേ രീതിയിൽ തന്നെ കറക്റ്റ് അളവിന് തൂങ്ങിടക്കാൻ പാകത്തിന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 4 LED-കൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ 5 LED-കളും കറക്റ്റായിട്ട് വയർ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിൻ്റെ പിറകു വശത്ത് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലോക്കായി അതിന് താഴേക്ക് പോകാൻ ഇങ്ങനെ എന്നോളും. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു LED നമ്മുടെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്കിലേക്ക് ഇറക്കി വെക്കണം. അതായത് നമ്മൾ ഇവിടെയായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കും, ഒരു പൊഴി പോലെ ഇങ്ങനെ നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ആ ഹോളിനുള്ളിലേക്ക് നമ്മുടെ LED നമ്മൾ ഒട്ടിച്ച് സെറ്റ് ആകുവാണ് ഇനി ചെയ്യാൻ പോകുന്നത്.
ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു LED ഇതിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് ഗ്ലൂ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഉരുകി അതിൽ LED ആയതിന് ഒട്ടിയിരിക്കും. അതാണ് നമുക്ക് പ്രത്യേകിച്ച് വശം കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള 4 എണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഡിസ്കിൻ്റെ ബാക്ക് വശത്തെ വയറിങ്ങിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു സീരീസ് കണക്ഷനാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ഈ ഒരു LED പ്ലസ് മൈനസ്, ഇതിൽ ഈ ഒരു LED പ്ലസ് എടുത്തിട്ട് നമ്മൾ അടുത്ത LED മൈനസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോവുക. ഇതിൻ്റെ പ്ലസും അടുത്ത LED മൈനസും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഔട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ കൊടുക്കുന്നത്. അതായത് ഒരു LED പോസിറ്റീവും മറ്റേ LED നെഗറ്റീവും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് ഉണ്ടാക്കിയെടുക്കുക. സീരീസ് ഉണ്ടാക്കുമ്പോൾ അവസാനം നമുക്ക് രണ്ട് വശം നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ളതാണ്. അവിടെയാണ് നമ്മൾ 12 വോൾട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അറ്റത്തായിട്ട് ഒരു ചെറിയ വയറും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സോൾഡർ ചെയ്തെടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇൻസുലേഷൻ അടിച്ചാൽ മതി. സോൾഡർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇൻസുലേഷൻ അടിച്ച് വെറുതെ വെച്ചാലും മതിയാവും. ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ലാമ്പിൻ്റെ വർക്ക് ഏകദേശം തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓൺ ചെയ്ത് കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമുക്കിത് ലൈറ്റ് എടുത്തിട്ട് കാണുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഗ്രീൻ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്മളിങ്ങനെ നോർമലായിട്ട് കാണുമ്പോൾ ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ ഡിസ്കിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നേരത്തെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PVCയിൽ ഇങ്ങനെ നിരത്തി ഒട്ടിച്ചിട്ടായാലും നിരത്തി തൂക്കിയിടുന്ന രീതിയിലായാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി ഇതിൻ്റെ ലൈറ്റ് കെടുത്തിയിട്ടുള്ള വിഷ്വൽസ് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്.